ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായിട്ട് 75 വർഷമായി. നമ്മുടെ രാജ്യത്തിന് ധാരാളം മാറ്റങ്ങളുണ്ടായി, ധാരാളം സംഭവ വികാസങ്ങളുണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ആഘോഷം പ്രധാനമായും നടക്കുന്നത് ഡൽഹിയിലാണ്. അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി ഓതുന്ന രീതിയിലുള്ള സൈനിക പ്രകടനങ്ങൾ, സ്ത്രീ മുന്നേറ്റ കഥകൾ, ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി ഫ്രഞ്ച് പ്രസിഡൻറ്റ് ഇമ്മാനുവൽ മാക്രോൺ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ലൈവായിട്ടും പത്രങ്ങൾ വഴിയും ഒക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഭാരതീയർ എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ രാജ്യത്തെക്കുറിച്ച് അഭിമാനം കൊള്ളാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കൊരു പ്രത്യേക കൾച്ചറുണ്ട്, പ്രത്യേകമായ സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ട്. ഇതെല്ലാം തൊട്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സഹോദരങ്ങളായി ജീവിക്കുകയും അവരവരുടെ കഴിവിനനുസരിച്ച് അധ്വാനിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ രാജ്യത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ രാജ്യത്ത് നടന്ന അല്ലെങ്കിൽ ലോകത്ത് നടന്ന എന്തെല്ലാം സംഭവങ്ങൾ, ആ സംഭവങ്ങൾ 75 വർഷം തികച്ചിട്ടുണ്ട് എന്നൊന്ന് പരിശോധിക്കാൻ ഞങ്ങളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിന് ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത് നമ്മുടെ രാജ്യത്തിൻ്റെ 75ാം വാർഷികം വളരെ അഭിമാനപൂർവ്വം ഓരോ ഭാരതീയനും ആഘോഷിക്കുന്ന സമയത്ത് മറ്റ് 75 വർഷം തികഞ്ഞ ചില സംഭവങ്ങൾ അതിലേക്ക് ഒരു എത്തിനോട്ടം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 75 വർഷം തികഞ്ഞ 10 സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവരുവാൻ പോവുകയാണ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ 100 വർഷം തികയുന്ന ചില സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു, നിങ്ങളത് കേട്ട് കാണും. ഇപ്പോൾ 75 വർഷം തികയുന്ന ചില സംഭവങ്ങൾ ഞങ്ങളിവിടെ ചർച്ച ചെയ്യുകയാണ്. ഈ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അതിനെ ഞങ്ങളെ സഹായിച്ച മെറ്റീരിയൽസ് ഉണ്ട്. പത്രം ഞങ്ങൾ ധാരാളം വായിച്ച് അതിൻ്റെ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നവരാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പുസ്തകം 20ാം നൂറ്റാണ്ടിൻ്റെ വർഷാനുചരിത്രമാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ ഇത് DC ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ്. അതായത് 1900 മുതൽ 2000 വരെയുള്ള സംഭവങ്ങൾ, ഓരോ വർഷവും നടന്ന സംഭവങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം ഞങ്ങൾ ശേഖരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഞങ്ങൾ ഇതെല്ലാം ശേഖരിക്കുന്നത് പുസ്തകങ്ങൾ വായിച്ചാണ്. റാങ്ക് ഫയൽ കൈകൊണ്ട് തൊടില്ല, തീർച്ചയാണ്. ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് സാധാരണഗതിയിൽ ഈ പുസ്തകം വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഇതിൻ്റെ അന്നത്തെ വില തന്നെ ഏകദേശം വലിയൊരു വില കൊടുത്താണ് ഈ പുസ്തകം. അന്നത്തെ വില 675 രൂപയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ ഈ കൂലിവേലയ്ക്കൊക്കെ പോകുന്ന ചെറുപ്പക്കാർക്ക് അത് വാങ്ങാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളിത് വാങ്ങി ഷെൽഫിൽ വെച്ചേക്കുകയല്ല. ഞങ്ങൾ ഈ 100 വർഷം സവിസ്തരമായി ഞങ്ങൾ വായിച്ചു നോക്കി ആ നോട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും 75 വർഷം തികയുന്ന ചില സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ 75ാം റിപ്പബ്ലിക് ആഘോഷിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സംഭവങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ഇവിടെ പതിവ് പോലെ നമ്മുടെ ഐശ്വര്യ ആ സംഭവങ്ങൾ ഒന്ന് ബോർഡിൽ എഴുതി ഞങ്ങളതിനെക്കുറിച്ച് വിവരിക്കുന്നതാണ്. 2024 75 വർഷം തികയുന്ന ചില 12 സംഭവങ്ങളാണ് നമ്മൾ ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത്. ഇത് എന്താണ്, വർഷം വിത്ത് ഡേറ്റ് ആണ്. 2024 75 വർഷം തികയുന്ന സംഭവങ്ങളാണ്. അതിന്റെ വർഷവും വിത്ത് ഡേറ്റും ആണ് എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇത് വിത്ത് ഡേറ്റ് ചോദിക്കാം, ചേരുമ്പടി ചേർക്കാൻ ചോദിക്കാം, തെറ്റായ ജോഡി ഏതെന്ന് ചോദിക്കാം. പിന്നെ നമ്മൾ ഈ ഓരോ സംഭവങ്ങൾ പറയുമ്പോൾ അതിന് അനുബന്ധിച്ചിട്ടുള്ള ഫാക്ട്സും ചോദിക്കാം. അപ്പം ഈ 12 സംഭവങ്ങളും ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ ഒന്നാമത്തെ സംഭവം RBIയുടെ ദേശസാൽക്കരണമാണ്. അപ്പോൾ നമ്മളത് എന്താണ്, 2024 75 വർഷം തികയുന്ന സംഭവങ്ങളാണ് പറയുന്നത്. 75 വർഷം തികയുന്ന സംഭവങ്ങൾ. അതിലൊന്ന് RBI നാഷണലൈസ് ചെയ്താണ് പറയുന്നത്. വൈഷ്ണവ് ചേച്ചി പറഞ്ഞു തുടങ്ങും.
അപ്പോൾ നമുക്കറിയാം 75 വർഷം തികയുന്ന സംഭവങ്ങളിൽ ഒന്നാമത്താണ് 1949 ജനുവരി 1-നാണ് RBI ദേശസാൽക്കരിക്കുന്നത്. പല ക്ലാസ്സുകളിലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ജസ്റ്റ് മെൻഷൻ ചെയ്യാം, കാരണം നമുക്ക് ഓരോ കാര്യങ്ങളും കൂടുതലായിട്ട് പറയാനുണ്ട്. അപ്പോൾ RBI എന്ന് പറയാൻ നമുക്കറിയാം 1926 ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പറയുന്ന RBI അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്ന RBI നിലവിൽ വരുന്നത്. അപ്പോൾ 1949 ജനുവരി 1-ന് അത് എന്ത് ചെയ്തു? ദേശസാൽക്കരിക്കുന്നു. പിന്നെ ഈ RBIയുടെ ആദ്യത്തെ ചെയർമാൻ അല്ലെങ്കിൽ ഗവർണർ എന്ന് പറയുന്നത് RBIയുടെ ഗവർണർ എന്ന് പറയുന്നത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ആണെങ്കിൽ നമുക്ക് പറയാം ഏതാണ്? CD ദേശ്മുഖ്. നിലവിൽ RBIയുടെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് 25ാമത്തെ RBI ഗവർണറാണ്. ശരിയല്ലേ? അതുപോലെ തന്നെ രാജീവ് കുമാർ ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാനാണ് ആരെന്ന് പറയുന്നത് രാജീവ് കുമാർ. അദ്ദേഹവും 25ാമത്തെ വ്യക്തി തന്നെയാണ്. അപ്പോൾ ശക്തികാന്ത ദാസും 25ാമത്തെ RBI ഗവർണറാണ്. നോട്ട് ചെയ്ത് പോവുക. എത്രാമത്തെ എന്ന് ചോദിക്കാം. അതുപോലെ നമുക്ക് ബേസിക് ഇപ്പോൾ ചോദിച്ചതാണ് DY ചന്ദ്രചൂഡ് എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്ന് ചോദിച്ചു. എത്രാമത്തെയാണ്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. നിലവിൽ കേരളത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ AJ ദേശായി, ആശിഷ് ജിതേന്ദ്ര ദേശായി 38ാമത്തെയാണ്. അദ്ദേഹം 38ാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കേരളത്തിന്റെ. അപ്പോൾ RBIയിലേക്ക് തിരിച്ചു വരാം. ഇനി നമുക്ക് അതിനകത്ത് പറയേണ്ടത് RBIയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് നമുക്ക് നോട്ട് നിരോധനം ഒന്ന് നോക്കാം. അതായത് 1946-ലും അതുപോലെ തന്നെ 1978-ലും പിന്നെ 2016-ലുമാണ് നോട്ട് നിരോധനം നടക്കുന്നത്. ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നോട്ട് നിരോധനം നടക്കുന്നത്. അതിൽ വിത്ത് ഡേറ്റ് നമുക്ക് നോക്കേണ്ടത് അവിടെ 2016 നവംബർ 8. അത് നോട്ട് ചെയ്ത് പോവുക. അവസാനമായിട്ട് നോട്ട് നിരോധിച്ച വർഷം ചോദിച്ചാൽ 2016 നവംബർ 8 നിലവിൽ വരുന്നത് നവംബർ 9. ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 500-ന്റെയും 1000 രൂപയുടെയും നോട്ടുകളാണ് അവിടെ നിരോധിച്ചത്. അതും കൂടി നോട്ട് ചെയ്യുക. പിന്നെ നമുക്ക് അതിനകത്ത് വിത്ത് ഡേറ്റ് പറയാൻ പറ്റുന്നത് 2010 ജൂലൈ 15 ഇന്ത്യയുടെ കറൻസിയുടെ ചിഹ്നം രൂപ എന്ന് പറയുന്ന അല്ലെങ്കിൽ റുപ്പി എന്ന് പറയുന്ന ദേവനാഗരി ലിപിയുടെയാണ് ചേർത്തിട്ടുള്ള റുപ്പി എന്ന് പറയുന്ന ചിഹ്നം അംഗീകരിക്കുന്നത് എന്നാണ് 2010 ജൂലൈ 15. ആ കാര്യങ്ങളും കൂടി നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. 2016 നോട്ട് നിരോധനം നടക്കുമ്പോൾ RBI ഗവർണർ നോട്ട് ചെയ്ത് പോവുക ഉർജിത് പട്ടേൽ ആണ്. ഏറ്റവും കുറച്ചു കാലം RBI ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ഉർജിത് പട്ടേൽ. ഇനി നോട്ടിൽ ഒപ്പിട്ട വ്യക്തിയാണെങ്കിൽ ആരാണ്? ജെയിംസ് ടെയ്ലർ ആണ്. രണ്ടാമത്തെ RBI ഗവർണർ ആയിട്ടുള്ള ജെയിംസ് ടെയ്ലർ ആണ്. വേറെ എന്തെങ്കിലും RBI കുറിച്ച് അഡീഷണൽ? RBIയുടെ ആസ്ഥാനവും ചിഹ്നം. അതെ, ആസ്ഥാനം എന്ന് പറയുമ്പോൾ മുംബൈ ആണ് RBIയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ചിഹ്നം ചോദിച്ചാൽ കടുവയും എണ്ണപ്പനയുമാണ്. വൃക്ഷം എണ്ണപ്പന, മൃഗം ചോദിച്ചാൽ കടുവ. കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്തത് 1949 മാർച്ച് 2-നാണ് പിന്നീട് അടുത്തൊരു 75 വർഷം തികയുന്ന സംഭവമാണ് സരോജിനി നായിഡു അന്തരിച്ചു എന്ന് പറയുന്നത്. അല്ലെ, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഐശ്വര്യയിൽ നിന്ന് കേൾക്കാം. നമുക്കറിയാം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ചോദിക്കുകയാണെങ്കിലും ആരാണ്? സരോജിനി നായിഡു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു. എവിടത്തെ ഗവർണർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് പ്രോവിൻസ് ഉത്തർപ്രദേശിലെ ഗവർണർ ആയിരുന്നു സരോജിനി നായിഡു എന്ന് പറയുന്നത്. ഇനി സരോജിനി നായിഡുവിന്റെ വീട്ടുപേരാണ് ഗോൾഡൻ ത്രഷോൾഡ്. അതേപോലെ അവരുടെ കവിതാ സമാഹാരത്തിന്റെ പേരും ഗോൾഡൻ ത്രഷോൾഡ് എന്നാണ്. അതേപോലെ ബ്രോക്കൺ വിങ്സ് എന്ന് പറയുന്നത് സരോജിനി നായിഡുവിന്റെ മറ്റൊരു കൃതിയാണ്. ഇനി സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ KPCC സമ്മേളനങ്ങൾ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനങ്ങൾ, KPCC സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. 1923 KPCC സമ്മേളനം നടന്നത് പാലക്കാടാണ്. അതിന്റെ അധ്യക്ഷയാണ് സരോജിനി നായിഡു. അപ്പോൾ 1923 പാലക്കാട് നടന്ന KPCC സമ്മേളനത്തിന്റെ അധ്യക്ഷയും ആരാണ്? സരോജിനി നായിഡു ആണ്. ഇനി സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? 1925 കാൺപൂർ സമ്മേളനത്തിലെ അധ്യക്ഷ എന്ന് പറയുന്നത് ആരാണ്? സരോജിനി നായിഡു. അതായത് ഒരു ഇന്ത്യൻ വനിത ആദ്യമായിട്ട് INC പ്രസിഡന്റ് ആയത് 1925 കാൺപൂർ സമ്മേളനത്തിലാണ്. ആകെ 5 വനിതകളാണ് INC പ്രസിഡന്റ് ആയിട്ടുള്ളത്. 1917 ആനി ബസന്റ് കൊൽക്കത്ത കോൺഗ്രസ്, 1925 സരോജിനി നായിഡു കാൺപൂർ കോൺഗ്രസ്, പിന്നെ വരുന്നത് 1933 നെല്ലിസൺ ഗുപ്ത, അതും കൊൽക്കത്ത കോൺഗ്രസ് ആണ്. പിന്നെ 1959 ഇന്ദിരാഗാന്ധി ഡൽഹി കോൺഗ്രസ്, 1998 സോണിയാഗാന്ധി ഡൽഹി കോൺഗ്രസ്. ഇങ്ങനെ ആകെ 5 വനിതകളാണ് INC പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഓക്കെ,
ഇനി അടുത്തത് മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, 75 വർഷം തികഞ്ഞ സംഭവങ്ങളാണ്. 75 വർഷം തികഞ്ഞ സംഭവങ്ങൾ. അതിലടുത്ത് പറയുന്നതാണ് നാറ്റോ രൂപീകരിച്ചത്. 1949 ഏപ്രിൽ 4-നാണ് നാറ്റോ രൂപീകരിച്ചത്. അപ്പൊ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ എന്ന് പറയുന്നത്. അത് രൂപീകരിക്കുന്നത് 1949 ഏപ്രിൽ 4-നാണ്. അതായത് അമേരിക്കയുടെ സഖ്യകക്ഷികളുടെയൊക്കെ ഒരു സൈനിക സഖ്യമാണ് ഏതെന്ന് പറയുന്നത് നാറ്റോ എന്ന് പറയുന്നത്. രൂപീകരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ആകെ നാറ്റോയിലെ അംഗങ്ങൾ ചോദിച്ചാൽ 30+1 എന്താ ഈ 1 എന്ന് ചോദിച്ചാൽ, പുതിയതായിട്ട് നാറ്റോയിൽ അല്ലെങ്കിൽ അംഗമായ രാജ്യമാണ് ഫിൻലാൻഡ്. ഫിൻലാൻഡിന്റെ ക്യാപിറ്റൽ ഹെൽസിങ്കിയാണ്. ഓക്കെ, അപ്പോൾ നാറ്റോ എന്ന് പറയുമ്പോൾ ഒരു സൈനിക സഖ്യം കൂടിയാണ്. അതും കൂടി ഓർമ്മിച്ച് വെക്കുക. വേറെ നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് ആണ്. അതായത് ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ ആണ് ബ്രസൽസ് എന്ന് പറയുന്നത്. ബ്രസൽസിലാണ് നാറ്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കേണ്ടത് 1949 തന്നെ നടന്ന അടുത്തൊരു അല്ലെങ്കിൽ ഒരു സംഭവമാണ് ജർമ്മനിയുടെ വിഭജനം എന്ന് പറയുന്നത്. എന്താണ്? അതെ, ജർമ്മനി വിഭജിച്ചത് 1949 മെയ് 24-നാണ്. ജർമ്മനിയുടെ വിഭജനം, അതായത് ജർമ്മനിയെ പശ്ചിമ ജർമ്മനി എന്നും പൂർവ്വ ജർമ്മനി എന്നും രണ്ടായിട്ട് തിരിച്ചത് 1949-ലാണ്. എന്നാൽ ഈ ജർമ്മനിയെ വീണ്ടും പശ്ചിമ ജർമ്മനി എന്നും പൂർവ്വ ജർമ്മനി എന്നും വേർതിരിച്ചത് ഒരു ബെർലിൻ മതിൽ കെട്ടിയാണ്. ആ ബെർലിൻ മതിൽ പൊളിച്ചു കളഞ്ഞത് 1989-ലാണ്. ബെർലിൻ മതിൽ പൊളിച്ചു കളഞ്ഞത് 1989. അതിനുശേഷം പശ്ചിമ ജർമ്മനിയെയും പൂർവ്വ ജർമ്മനിയെയും ഏകോപിപ്പിച്ചത് 1990-ലാണ്. അപ്പൊ പശ്ചിമ ജർമ്മനിയെയും പൂർവ്വ ജർമ്മനിയെയും ഒറ്റ ജർമ്മനി എന്ന രാജ്യമാക്കി മാറ്റിയത് 1990-ലാണ്. അത് എന്നാൽ വിഭജിച്ചത് 1949 മെയ് 24-നാണ്. ജർമ്മനി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു യൂറോപ്യൻ രാജ്യമാണ്. അതേപോലെ തന്നെ ജർമ്മനിയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ബെർലിനാണ്. 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലും തോറ്റ ഒരു രാജ്യം ചോദിച്ചാലും ഏതാണ്? ജർമ്മനിയാണ്. അതുപോലെ തന്നെ ഹിറ്റ്ലർ നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അതെ, ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ എവിടത്തെ ഭരണാധികാരിയായെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലെ ഭരണാധികാരിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മെയിൻ കാഫ് എന്നതാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ ആത്മകഥ. അദ്ദേഹത്തിന്റെ ഒരു ഹിറ്റ്ലറുടെ ഒരു രഹസ്യ പോലീസ് സേനയാണ് ഗെസ്റ്റപ്പോ എന്ന് പറയുന്നത്. രഹസ്യ പോലീസ് സേനയാണ് ഗെസ്റ്റപ്പോ. ഇനി ബ്രൗൺ ഷർട്ട് തവിട്ട് കുപ്പായക്കാർ ആരുടെ സേനയാണെന്ന് ചോദിച്ചാലും ആരുടേതാണ്? ഹിറ്റ്ലറിൻ്റെതാണ്. നാസിസ് പാർട്ടിയുടെ നേതാവാണ് ആരെന്ന് പറയുന്നത്? ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അടുത്തത് 1949 ജൂൺ 15-നാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അന്തരിക്കുന്നത്. ഉള്ളൂരിനെ പറ്റി നമ്മുടെ ആഴ്ചയിൽ തന്നെ പറയുന്നതായിരിക്കും. നമുക്കറിയാം ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട ഒരു കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്ന് പറയുന്നത്. അദ്ദേഹം ചങ്ങനാശ്ശേരി സ്വദേശിയാണ് ഉള്ളൂർ. ഇനി ഉള്ളൂരിന്റെ കുറച്ച് കൃതികൾ നമുക്കൊന്ന് ഓർമ്മിക്കാം. ഉള്ളൂരിന്റെ മഹാകാവ്യമാണ് ഉമാകേരളം ഉള്ളൂരിന്റെ മഹാകാവ്യമാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ മറ്റ് ചരിത്രങ്ങളാണ് ഭക്തിദീപിക, കർണഭൂഷണം, പിങ്കള, ഇതൊക്കെ. ഇനി പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കേരള സാഹിത്യ ചരിത്രം എഴുതിയതും ആരാണ്? ഉള്ളൂറാണ്. അതേപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കുന്നതും ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. അത് എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. ഇനി നമുക്കറിയാം കാക്കേ കാക്കേ കൂടവിടെ എന്ന് പറയുന്ന കവിത എഴുതിയത് PSC ഒരു മാർക്കാണ്. അത് എഴുതിയതും ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. ഉജ്ജ്വല ശബ്ദാട്ടിൻ എന്നറിയപ്പെടുന്നതും ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. അദ്ദേഹത്തിന്റെ കാൽപ്പനികപരമായ ഒരു കൃതിയാണ് പ്രേമസംഗീതം. ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഉള്ളൂർ എന്ന് പറയുന്നത്. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് 1949 ജൂലൈ 1-നാണ് തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത്. തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത് നമ്മൾ പറഞ്ഞു 49 ജൂലൈ 1-നാണ്. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ഒരുമിക്കുന്നത് ഏതാ സമയത്ത്? 49 ജൂലൈ 1-നാണ്. തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ തിരുക്കൊച്ചിയിലെ അതിനു മുമ്പ് പറയേണ്ടത് രാജപ്രമുഖ്. തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ പ്രമുഖ് ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ശ്രീ ചിത്തിര തിരുനാളാണ്. അതുപോലെ തന്നെ 1949 ജൂലൈ 1-ന് തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് ആദ്യത്തെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്? പറവൂർ TK നാരായണപിള്ള. അതുപോലെ തന്നെ അവസാനത്തെ മുഖ്യമന്ത്രി ചോദിച്ചാൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ. പിന്നെ തിരുക്കൊച്ചി സംയോജനം നടത്തലും വേറെ എന്തെങ്കിലും? അതായത് 1949 ജൂലൈ 1-ന് 5 ജില്ലകൾ നമ്മൾ രൂപീകരിക്കുന്നു. തിരുക്കൊച്ചി സംയോജനമായിട്ട്, അതായത് തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ കേരളത്തിൽ നിലവിലുള്ള ജില്ലകൾ ചോദിക്കുവാണെങ്കിൽ 5 ജില്ലകളാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം,
പിന്നെ കോട്ടയം, തൃശ്ശൂര്, പിന്നെ ഉള്ളത് മലബാറാണ്. പിന്നീടാണ് 1956 നവംബർ 1 കേരളം ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുമ്പോൾ അതിനുശേഷമാണ് ഈ പറയുന്ന മലബാർ സ്പ്ലിറ്റ് ചെയ്ത് പല ജില്ലകളായിട്ട് രൂപീകരിക്കുന്നത്. അതായത് കേരളം രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. രൂപീകരിക്കുന്ന സമയത്ത് 5 ജില്ലകൾ, അതാണ് നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂര്, മലബാർ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് 1949 സെപ്റ്റംബർ 14 ഹിന്ദി ദേശീയ ഭാഷയായിട്ട് അംഗീകരിക്കുന്നത്. നമുക്കറിയാം സെപ്റ്റംബർ 14 എന്ന് പറയുന്നത് ദേശീയ ഹിന്ദി ദിനമാണ്, ദേശീയ ഹിന്ദി ദിവസമാണ്. നമ്മുടെ ഔദ്യോഗിക ഭാഷയായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നതാണ് ഹിന്ദി ഈ പറയുന്ന 49 സെപ്റ്റംബർ 14. അതുപോലെ തന്നെ ഭാഷകളെ പറ്റി പറയുന്ന പാർട്ട് ചോദിക്കുകയാണെങ്കിൽ പാർട്ട് 17. ഇനി ഏത് ഷെഡ്യൂളിലാണ് ഭാഷകളെ പറ്റി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ ഷെഡ്യൂൾ 8. അതുപോലെ തന്നെ ആകെ ഭാഷകൾ, അംഗീകരിച്ച ഭാഷകൾ, ഔദ്യോഗിക ഭാഷകൾ നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ 22 അതിൽ നേപ്പാളി എന്ന് പറയുന്ന വിദേശ ഭാഷ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ ഔദ്യോഗിക ഭാഷയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്തെങ്കിലും നമുക്ക് ഈ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ കുറെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഉൾപ്പെടുത്തിയിട്ടുള്ള കുറെ അംഗീകാരങ്ങൾ, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അംഗീകാരങ്ങൾ നമ്മൾ വർഷവും ദിവസവും ഒന്ന് ഓർമ്മിച്ച് നോക്കാം. ദേശീയ ഗാനം, ദേശീയ ഗീതം ഇവ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത് 1950 ജനുവരി 24 നമ്മളൊന്നുകൂടി ഓടിച്ച് പറയുകയാണ്. ദേശീയ ഗാനം, ദേശീയ ഗീതം അംഗീകരിക്കുന്നത് 1950 ജനുവരി 24 ഇന്ത്യയുടെ ദേശീയ മുദ്രയായിട്ട് സിംഹമുദ്രയെ അംഗീകരിക്കുന്നത് 1950 ജനുവരി 26 ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ദേശീയ നദിയായിട്ട് ഗംഗയെ അംഗീകരിക്കുന്നത് 2008 നവംബർ 4 ദേശീയ നദിയായി ഗംഗയെ അംഗീകരിക്കുന്നത് 2008 നവംബർ 4. അതേപോലെ ദേശീയ ജലജീവിയായിട്ട് ഗംഗ ഡോൾഫിനെ അംഗീകരിക്കുന്നത് 2009 ഒക്ടോബർ 5 പിന്നെ നമ്മുടെ ദേശീയ മൃഗം കടുവയാണെന്നറിയാം. കടുവയെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ചത് 1972 എന്നാൽ പ്രോജക്ട് ടൈഗർ വരുന്നത് 1973 എന്നാൽ പ്രോജക്ട് എലിഫന്റ് വരുന്നത് 1992 ഇനി ദേശീയ മൃഗം നമ്മൾ പറഞ്ഞു. ദേശീയ പക്ഷിയായിട്ട് മയിലിനെ അംഗീകരിച്ചത് 1963 1963 ദേശീയ പക്ഷിയായിട്ട് മയിലിനെ അംഗീകരിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞായിരുന്നു മയിൽ ദേശീയ പക്ഷിയാകുമെന്ന് പ്രവചിച്ച വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ആമുഖം അംഗീകരിച്ചതാണ്. 1947 ജനുവരി 22 ആമുഖം അംഗീകരിക്കുന്നത്. 1947 ജനുവരി 22 അംഗീകരിക്കുന്നത്. ലക്ഷ്യപ്രമേയമാണ് 1947 ജനുവരി 22 ആമുഖമായിട്ട് മാറുന്നത്. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത് നമുക്കറിയാം 1946 ഡിസംബർ 6 അതിനോടനുബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ 1946 ഡിസംബർ 13 എന്ത് ചെയ്യുന്നു? ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നു. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറുന്നത്. ഈ ആമുഖം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22 ഇനി അടുത്ത അംഗീകാരം പറയുകയാണെങ്കിൽ ദേശീയ പതാക അംഗീകരിച്ചത്. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22 ഇപ്പൊ നമ്മൾ ഈ അംഗീകാരം പറഞ്ഞത് കൊണ്ടാണ് പ്രധാനപ്പെട്ട അംഗീകരിച്ച ദിവസങ്ങൾ പറഞ്ഞത്. അതേപോലെ ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലോക ഹിന്ദി ദിനം എന്നാണ്? ജനുവരി 10 ജനുവരി 10 ലോക ഹിന്ദി ദിനം. ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14 അടുത്തത് ജനകീയ റിപ്പബ്ലിക് ആയത് 1949 ചൈന ഒക്ടോബർ 1 ചൈന ജനകീയ റിപ്പബ്ലിക് ആവുന്നത് അല്ലെ. നമുക്കറിയാം എന്താണ് ജനകീയ റിപ്പബ്ലിക് ആവുന്ന ഒക്ടോബർ 1 മഞ്ജു ഡൈനാസ്റ്റി ചൈനീസ് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമുക്കത് ചരിത്രത്തിൽ ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ചൈനീസ് വിപ്ലവം നടക്കുമ്പോൾ അത് ഇവിടെ രാജവംശം ഏതെന്ന് ചോദിച്ചാൽ മഞ്ജു ഡൈനാസ്റ്റിയാണ്. പിന്നെയുള്ളത് ചൈനയിൽ കുമിന്താങ് കക്ഷിയൊക്കെ നമുക്ക് അവിടെ പറയാം. 1925 സംയാറ്റ്സെൻ ആണ് കുമിന്താങ് കക്ഷി രൂപീകരിക്കുന്നത്. 1925 സംയാറ്റ്സെൻ കുമിന്താങ് കക്ഷി രൂപീകരിക്കുന്നു. ഇനി ചൈനീസ് വിപ്ലവം നടക്കുന്നത് 1911 ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നടക്കുന്നത് 1911 ഇനി ചൈനീസ് വിപ്ലവത്തിന്റെ ഭാഗമായി വരുന്നതാണ് ലോങ് മാർച്ച്. ഈ ലോങ് മാർച്ച് മഹത്തായ പടനീക്കം അതിന് നേതൃത്വം നൽകിയത് മാവോ സെ തുങ് ആണ്. 1934
മഹത്തായ പടനീക്കം അഥവാ ലോങ് മാർച്ചിന് നേതൃത്വം നൽകുന്നത്. ഇനി ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് ബോക്സർ കലാപം. 1901 കാലഘട്ടങ്ങളിലാണ് ബോക്സർ കലാപം നടക്കുന്നത്. അത് വർഷം ഈയിടയ്ക്കും PSC ചോദിച്ചതാണ്. 1901 കാലഘട്ടത്തിലാണ് ബോക്സർ കലാപം നടക്കുന്നത്. അത് ചൈനയിലാണ്. പിന്നെ ചൈനീസ് കലാപവുമായി ബന്ധപ്പെട്ടതാണ് കറുപ്പ് യുദ്ധം. 1839 മുതൽ 1842 വരെയായിരുന്നു കറുപ്പ് യുദ്ധം നടക്കുന്നത്. കറുപ്പ് യുദ്ധം ചൈനയിലാണ് നടന്നത്. 1839 1842. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ചൈന ജനകീയ റിപ്പബ്ലിക് ആയത് 1949 ഒക്ടോബർ 1. ഇനി അടുത്തത് ഗോഡ്സെയെ തൂക്കിക്കൊന്നത്. 1949 നവംബർ 15 ഗോഡ്സെയെ തൂക്കിക്കൊന്നത്. നമുക്കറിയാം 1948 ജനുവരി 30 1948 ജനുവരി 30 മഹാത്മാഗാന്ധിയെ ഗോഡ്സെ എന്ത് ചെയ്യുന്നത് ബാരിറ്റ എന്ന് പറയുന്ന തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുന്നത്. ആ സമയത്ത് മഹാത്മാഗാന്ധി അവസാനമായിട്ട് പറഞ്ഞ വാക്കാണ് ഹേ റാം എന്ന് പറയുന്നത്. ഹേ റാം 5:17 വൈകിട്ട് 5:17 ഒരു വെള്ളിയാഴ്ചയാണ് എന്ത് ചെയ്യുന്നത് ഈ ഗോഡ്സെ നാഥുറാം വിനായക് ഗോഡ്സെ നമ്മുടെ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നത്. ഇനി അത് എവിടെ വെച്ചിട്ട് നമ്മുടെ ബിർള ഹൗസിൽ വെച്ചിട്ടാണ് ഈ വെടിവെച്ച് കൊല്ലുന്നത്. അതുപോലെ തന്നെ ഗോഡ്സെ മാത്രമല്ല 49 നവംബർ 15 നാരായൺ ആപ്തെയും ഗോഡ്സെയും കൂടി ഒരുമിച്ചാണ് തൂക്കിക്കൊല്ലുന്നത്. ഏത് ജയിലിൽ വെച്ചിട്ട്? അംബാല ജയിൽ. അംബാല എവിടെയാണെന്ന് ചോദിച്ചാൽ ഹരിയാന. അതെ. അത് കൂടാതെ തൂക്കിക്കൊന്നവർ ആരൊക്കെയാണ്? നാരായണൻ ആപ്തെയും നാഥുറാം വിനായക് ഗോഡ്സെയാണ്. എന്നാൽ മറ്റ് തെളിവുകളില്ലാതെ കോടതി വെറുതെ വിട്ട മറ്റ് ചില വ്യക്തികളൂടെയുണ്ട്. അതിലൊന്നാണ് ഗോപാൽ ഗോഡ്സെ എന്ന് പറയുന്നത്. അതായത് നാഥുറാം വിനായക് ഗോഡ്സെയുടെ അനുജനാണ് ഗോപാൽ ഗോഡ്സെ എന്ന് പറയുന്നത്. അത് കൂടാതെ പിന്നെ മറ്റൊരു വ്യക്തിയാണ് VD സവർക്കർ. VD സവർക്കറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം എഴുതിയത് VD സവർക്കർ ആണ്. അപ്പൊ VD സവർക്കർ, ഗോപാൽ ഗോഡ്സെ തുടങ്ങിയവരും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വധത്തില് പ്രതികളായിട്ട് ചേർത്തിട്ടുണ്ട്. അതെ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഭരണഘടന അംഗീകരിച്ച് എന്ന് പറയുന്നത് 1949 നവംബർ 26 പറഞ്ഞു. അപ്പോൾ ഈ ഭരണഘടന അംഗീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം പറയണം. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത് എന്നാണ് 1946 മാർച്ച് 23 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലെ ആകെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റാഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ. അതിലെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? പെത്വിക് ലോറൻസ് ആയിരുന്നു. ഈ 3 അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. ഇനി അതിനു മുമ്പ് ഒരു കാര്യം കൂടി നമുക്ക് മെൻഷൻ ചെയ്യണം. ഭരണഘടന വേണമെന്ന് പറഞ്ഞ വ്യക്തി ചോദിച്ചാൽ ആരാണ്? MN റോയ്, മാനവേന്ദ്രനാഥ റോയ്, അല്ലെങ്കിൽ യഥാർത്ഥ പേര് ചോദിച്ചാൽ നരേന്ദ്രനാഥ ഭട്ടാചാര്യ. അത് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ ഒക്കെ അദ്ദേഹത്തിന്റെ ബുക്കുകളാണ്. ഇനി ഉപദേശകൻ, ഭരണഘടന വേണമെന്ന് ഉപദേശിച്ച വ്യക്തി ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപദേശകൻ എന്ന് പറയുന്നത് BN റാവു ആണ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞത് 1923 രൂപീകരിച്ച സ്വരാജ് പാർട്ടി അല്ലെ, മോത്തിലാൽ നെഹ്റുവും CR ദാസും ചേർന്നിട്ട് രൂപീകരിച്ച സ്വരാജ് പാർട്ടിയാണ് ഭരണഘടന വേണമെന്ന് നിർദ്ദേശിച്ച രാഷ്ട്രീയ പാർട്ടി എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഏതെന്ന് പറയുന്നത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നു. ആകെ കമ്മിറ്റികൾ എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ കമ്മിറ്റികൾ എന്ന് പറയുന്നത് 8 മേജർ കമ്മിറ്റിയും 15 മൈനർ കമ്മിറ്റിയുമാണ്. ഇതിന്റെ ആദ്യത്തെ രൂപീകരിക്കുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത് 1946 ഡിസംബർ 6. ഇനി ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 9. അതുപോലെ തന്നെ ആ 9 സമ്മേളനം നടക്കുമ്പോൾ അവരുടെ അധ്യക്ഷനാരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. അതെ, താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. പിന്നെ 1946 ഡിസംബർ 11 സ്ഥിര അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഉൾപ്പെടുത്തുന്നത്. സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹമാണ് പിന്നീട് എന്ത് ചെയ്തത്? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് മാറിയത്. ഉപാധ്യക്ഷൻ ആരാണ്? ഇനി അദ്ദേഹത്തെ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷനാണ് HC മുഖർജി എന്ന് പറയുന്നത്. HC മുഖർജിയാണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ. അതുപോലെ 1946 ഡിസംബർ 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ. അതാണ് പിന്നീട് എന്തായത്? ആമുഖമായിട്ട് മാറിയത്. ഇനി ആമുഖത്തെ പറ്റി പറയുമ്പോൾ ആമുഖത്തിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടന അംഗീകരിച്ച 49 നവംബർ 26 ആ 49 നവംബർ 26 പ്രത്യേകത ചോദിച്ചാൽ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരേ ഒരു തീയതിയാണ് ഇതെന്ന് പറയുന്നത് 1949 നവംബർ 26. നവംബർ 26 എന്ന് പറയുന്നത് ഭരണഘടനാ ദിനവും അല്ലെങ്കിൽ നിയമദിനവുമായിട്ട് ആചരിക്കുന്നു. ഈ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് ഇതെന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ കരട് നിർമ്മാണ സഭ എന്ന് പറയും, കരട് സഭ. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലാണ് അധ്യക്ഷനായിരുന്നത്
BR അംബേദ്കർ അല്ലെ. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിമാര് തന്നെയാണ് അംബേദ്കർ തന്നെയാണ്. നേരത്തെ നമ്മൾ ഹിതകാരിണി സഭ പറഞ്ഞപ്പോഴത്തേക്ക് അംബേദ്കറിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു. ബഹിഷ്കൃത ഹിതകാരിണി സഭ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ മെൻഷൻ ചെയ്ത് പോയതാണ്. അപ്പോൾ അംബേദ്കർ കഴിഞ്ഞ് ഇനി ഈ പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ്. ഈ അംബേദ്കർ ഉൾപ്പെടെ 7 അംഗങ്ങളാണ്. ആരൊക്കെയാണ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അംബേദ്കർ അതിന്റെ ചെയർമാനാണ്. അതുപോലെ തന്നെ ഗോപാലസ്വാമി അയ്യങ്കർ, അതുപോലെ തന്നെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, പിന്നെ ഉള്ളത് സെയ്ദ് മുഹമ്മദ് സാദുള്ള, പിന്നെ കെ മുൻഷിയുണ്ട്. അതുപോലെ തന്നെ കെയ്ത്താന് പകരം വന്നത് ആരാണ്? TT കൃഷ്ണമാചാരി. മാധവ് മിത്തലിന് പകരം വന്നതാണ് മാധവ റാവു എന്ന് പറയുന്നത്. അപ്പോൾ N മാധവ റാവു. അപ്പോൾ ഈ പറയുന്ന 7 പേരും കൂടി ചേർന്നിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നത്. ഇനി ഭരണഘടന കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ പ്രേം ബിഹാരി നരേൻ റൈസദ. പ്രേം ബിഹാരി നരേൻ റൈസദയാണ് കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത്. ആമുഖം ഡിസൈൻ ചെയ്തത് ആരാണ്? നന്ദലാൽ ബോസ്. ഭരണഘടന ഡിസൈൻ ചെയ്ത ആരാണ്? ഈ പറയുന്ന കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. എന്നാൽ ആമുഖത്തിന്റെ കവർ പേജ് തയ്യാറാക്കിയത് റാം മനോഹർ സിൻഹയാണ്. റാം മനോഹർ സിൻഹ. ആമുഖത്തിൽ ആകെ എത്ര വാക്കുകളാണ്? 73 വാക്കുകളാണ് ആകെ ഉണ്ടായിരുന്നത് ആമുഖത്തില്. പിന്നെ നമ്മൾ പറഞ്ഞു അതിനകത്ത് വി ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വി ദ പീപ്പിൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് NA പൽക്കിവാലയാണ്. പൽക്കിവാലയാണ് നമ്മുടെ ആമുഖത്തെ എന്തെന്ന് വിശേഷിപ്പിച്ചത്? തിരിച്ചറിയൽ കാർഡ് അല്ലെ. ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച് KM മുൻഷിയാണ് അല്ലെ. പിന്നെ ആമുഖം എത്ര തവണയാണ് ഭേദഗതി ചെയ്തത്? ആകെ ഭേദഗതി ആമുഖം എന്ന് പറയുന്നത് 1 തവണയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആകെ 1 തവണ മാത്രമേ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന് പറയുന്നത്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയ വാക്കുകൾ സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന 3 വാക്കുകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. അതുപോലെ നമുക്ക് ചോദിക്കാം, ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലിക ചുമതലകളാണ് ഉണ്ടായിരുന്നത്? ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക ചുമതലകളൊന്നും ഉണ്ടായിരുന്നില്ല. അതെ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 42ാം ഭരണഘടനാ ഭേദഗതിയോട് കൂടിയാണ് 10 മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നത്. ഇനി 11 ആകെ മൗലിക ചുമതലകൾ 11 അതിൽ ആ 11ാമത്തെ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് എന്നാണെന്ന് ചോദിച്ചാൽ 2002 ഭരണഘടനാ ഭേദഗതി 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ 51A മൗലിക ചുമതലകളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചത്. ഭാഗം 4A ഭാഗം 4A ആർട്ടിക്കിൾ 51A. സാറ് ചോദിക്കുന്ന പോലെ 51A ഭാഗം 4Aയിൽ എത്ര ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആകെ 1 ആർട്ടിക്കിളേ ഉള്ളൂ. അപ്പോൾ 51Aയിലെ K അതാണ് 11ാമത്തെ. 51Aയിലെ K 11ാമത്തെ മൗലിക ചുമതലയാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷകർത്താക്കളുടെ പ്രാഥമിക വിദ്യാഭ്യാസമാണ്, രക്ഷകർത്താക്കളുടെ മൗലിക കർത്തവ്യമാണ് എന്ന് പറയുന്നതാണ് 51Aയിലെ K എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭരണഘടന ഈ മൗലിക ചുമതലകളെ പറ്റി ഒരുപാട് ഭേദഗതികളൊക്കെ അതിനകത്ത് വരുത്തി നമ്മുടെ കാര്യങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആമുഖം നമ്മളൊരു കാണാതെ പറയിക്കുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആമുഖം ഒന്ന് പറഞ്ഞു നോക്കാം. ആമുഖം. We the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity and to promote among them all fraternity, assuring the dignity of the individual and the unity and the integrity of the nation. In our Constituent Assembly, this 26th day of November 1949, here do by adopt, enact and give to ourselves this constitution. അതുപോലെ 75 വർഷം തികയുന്ന അടുത്തൊരു സംഭവമാണ് ഏതെന്ന് പറയുന്നത് 1949 ഡിസംബർ 31 നടന്ന ശൂരനാട് കലാപം എന്ന് പറയുന്നത്. അത് നമ്മൾ അധികം ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. നമുക്കറിയാം ശൂരനാട് എന്ന് പറയുന്ന ഒരു സ്ഥലം കൊല്ലം ജില്ലയിലാണ് അല്ലേ. അപ്പൊ ശൂരനാട് കലാപത്തെ കുറിച്ച് കൂടുതൽ ഒരു ജന്മത്വത്തിനെതിരെ നടന്ന ഒരു കർഷക കലാപമാണ് ഇതെന്ന് പറയുന്നത് ശൂരനാട് കലാപം. കൂടുതൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു, ശൂരനാട് കലാപം നടക്കുന്നത് 1949 ഡിസംബർ 31 പറഞ്ഞു. ഡിസംബർ 31 പ്രത്യേകത എന്താണ്? ഡിസംബർ 31 തുഞ്ചൻ ദിനം. തുഞ്ചൻ ദിനം ഡിസംബർ 31 തുഞ്ചൻ ദിനം. അവിടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇത് മെയ് 5 കുഞ്ചൻ ദിനമാണ്. മെയ് 5 കുഞ്ചൻ ദിനം. കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുമ്പോൾ കുഞ്ചൻ ദിനം മെയ് 5 തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തുഞ്ചൻ ദിനം എന്ന് പറയുന്നത് ഡിസംബർ 31 അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ശൂരനാട് കലാപമാണ്. ശൂരനാട് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ്.
ജന്മിത്വത്തിനെതിരെ നടന്ന ഒരു കർഷക കലാപമാണ് ശൂരനാട് കലാപം എന്ന് പറയുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകിയ ഒരു കലാപം തന്നെയാണ് ശൂരനാട് കലാപം. ഇനി നമുക്ക് പറയേണ്ടത് ശൂരനാട് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ്. ഒന്നാമത്തെ ആള് പുതുപ്പള്ളി രാഘവൻ. 2 ആർ ശങ്കരനാരായണൻ തമ്പി. നമുക്ക് അദ്ദേഹത്തെ അറിയാം, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സ്പീക്കറാണ് ആർ ശങ്കരനാരായണൻ തമ്പി. ഇനി മറ്റൊരു വ്യക്തിയാണ് തോപ്പിൽ ഭാസി. അപ്പം പുതുപ്പള്ളി രാഘവൻ, തോപ്പിൽ ഭാസി, ആർ ശങ്കരനാരായണൻ തമ്പി എന്നിവരാണ് ശൂരനാട് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇനി ശൂരനാട് കലാപത്തിലെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? തണ്ടാശ്ശേരി രാഘവനാണ്. ശൂരനാട് കലാപത്തിലെ രക്തസാക്ഷി തണ്ടാശ്ശേരി രാഘവനാണ്. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു, തോപ്പിൽ ഭാസി അല്ലേ. തോപ്പിൽ ഭാസിയുടെ യഥാർത്ഥ പേരാണ് ഭാസ്കരൻ പിള്ള എന്നറിയപ്പെടുന്നത് തോപ്പിൽ ഭാസിയാണ്. PSC 1 മാർക്ക്. ഇനി അദ്ദേഹത്തിന്റെ നാടകങ്ങൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, സർവേ കല്ല്, മൂലധനം, കയ്യും തലയും പുറത്തിടരുത് തുടങ്ങിയ നാടകങ്ങൾ എഴുതിയതാരാണ്? തോപ്പിൽ ഭാസിയാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഒളിവിലെ ഓർമ്മകൾ എഴുതിയതും ആരാണ്? തോപ്പിൽ ഭാസിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 1949 അത് നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടില്ല. എന്തായാലും 1949 75 വർഷം തികയുന്ന ഓരോ സംഭവമാണ് എന്ന് പറയുന്നത് സെക്കൻഡ് സെക്സ്. അതെന്ന് പറയുന്നത് ഒരു ബുക്കാണ് അല്ലെ? അതെ. 2ാം ലിംഗം എന്ന് പറയുന്ന ഇതൊരു ബുക്കാണ്. ആരാ എഴുതിയത്? സിമോൺ ഡി ബുവയാണ് അത് എഴുതിയത്. സിമോൺ ഡി ബുവയാണ് ദ സെക്കൻഡ് സെക്സ് എന്ന പുസ്തകം എഴുതിയത്. അവർ ഫ്രഞ്ച് എഴുത്തുകാരിയാണ് ആരെന്ന് പറയുന്നത്? സിമോൺ ഡി ബുവ എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് സെക്സ്. ഇനി ഇതിൽ എന്താണ് അവർ പറയുന്നത്? ഇങ്ങനെയാണ്: ആരും സ്ത്രീയായി ജനിക്കുന്നില്ല, ആയിത്തീരുകയാണ്. ആരും സ്ത്രീയായി ജനിക്കുന്നില്ല, ആയിത്തീരുകയാണ് എന്ന ഒരു പ്രശസ്തമായ വാചകം വരുന്ന ബുക്കാണ് ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത്. എഴുതിയത് സിമോൺ ഡി ബുവ, ഫ്രഞ്ച് എഴുത്തുകാരിയാണ്. അപ്പൊ നമ്മൾ 75 വർഷം തികഞ്ഞ 12 സംഭവങ്ങളെ കുറിച്ച് ചെറുതായി ഒന്ന് പറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതെല്ലാം റെപ്പറ്റീഷൻ തന്നെയാണ്. അതിൽ ശൂരനാട് കലാപം മാത്രമാണ് ഈ പറയുന്ന അതുപോലെ സെക്കൻഡ് സെക്സ് മാത്രമാണ് ഈ പറയുന്ന 2 കാര്യങ്ങൾ വളരെ റെയർ ആയിട്ട്, അതായത് നിങ്ങൾക്ക് അധികം കേട്ടിട്ടില്ലാത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മളുടെ ക്ലാസ്സുകളിൽ വിവരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് നിങ്ങൾക്കൊരു റിപ്പീറ്റേഷൻ ആവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ 2 കാര്യങ്ങളും കൂടി കൂടുതലായിട്ട് പഠിക്കും. ശരി, ഇപ്പൊ വളരെ ചെറിയൊരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുത്തത്. ചക്രവാൺ സാർ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു.